ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സാഗർ വന്ന് നമ്മുടെ മേഘനാഥന്റെ അടുത്ത് പറയുവാണ്, അവൾ ഒരു യാതിക്കും എന്താ സമ്മതിച്ചില്ല, എന്നെ തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി പറയേണ്ടതൊക്കെ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നത്, ആദ്യമായിട്ടാണ് എനിക്ക് തോൽവി സംഭവിക്കുന്നത് ഒരു പെണ്ണിന്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേഘനാഥനോട് പറയുമ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, ശരിയാണ്, അവൾ അത്ര പെട്ടെന്ന് വീഴുന്ന ടൈപ്പൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഞ്ജുവും കരുണയും ദുർഗയും കൂടി ഇങ്ങനെ ഭയങ്കര ഇതില് നിൽക്കുവാട്ടോ. മേഘനാഥൻ ഇങ്ങനെ നമ്മുടെ മഞ്ജുവിന് ഉറപ്പും കൊടുത്തിട്ടുണ്ടല്ലോ, മഹാലക്ഷ്മി ഇനി വരില്ലാന്ന്. അപ്പൊ അവരിങ്ങനെ ചർച്ചയിലാ, അവളിപ്പോൾ ലക്ഷ്മി ഇപ്പോൾ സാഗറിനൊപ്പം പോയി കാണുന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി വരുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ആകെപ്പാട് മൂഡ് ഓഫ് ആണ് അല്ലെ. അപ്പൊ മഹാലക്ഷ്മി വന്നിട്ട് നമ്മുടെ കരുണയോട് പറയുന്നുണ്ട്, എടി ഞാൻ വീട്ടിൽ പോയിരുന്നു, അമ്മ നിനക്ക് ചമ്മന്തിപ്പൊടിയും അച്ചാറും തന്നു വിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വേണ്ട, അമ്മ നല്ല മനസ്സോടുകൂടി തന്നെ ആയിരിക്കും ഉണ്ടാക്കി വിട്ടത്, പക്ഷെ അത് നിന്റെ കയ്യിലല്ലേ കൊടുത്തു വിട്ടത്, നീ പോരും വഴി അതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനത് കഴിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി അതിനുശേഷം, നീ ഇത് കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, ഞാനിത് എടുത്തോളാം, എന്തായാലും അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാൻ അങ്ങനെ കളയാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട്, കരുണയും ദുർഗയും മഞ്ജുവും കൂടി പറയുന്നുണ്ട്, ഇവൾ ഈ ഉടുത്തോണ്ട് പോയ സാരിയൊന്നും അല്ലല്ലോ തിരികെ വന്നപ്പോ ഉടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ കണ്ണനടുത്ത് നമ്മുടെ മഹാലക്ഷ്മി എത്തുമ്പോൾ നമ്മുടെ കണ്ണനും പറയുന്നുണ്ട്, പോയതൊന്നും അല്ലല്ലോ ഇപ്പൊ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനൊന്ന് വീട്ടിൽ കയറിയായിരുന്നു, പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി അവിടെ നിന്ന് കുളിച്ച് സാരിയൊക്കെ മാറിയാ അമ്പലത്തിൽ പോയത്, എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സങ്കടത്തിലാട്ടോ. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, തനിക്ക് ഇവിടെ നിന്ന് പോയ സന്തോഷമൊന്നും ഇല്ലല്ലോ, തനിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, വീട്ടിൽ പോയി അമ്മനെ കണ്ടാ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടാ, അമ്മ എന്തായാലും ആ അച്ഛന്റെ ഒപ്പം അല്ല, അച്ഛൻ ഒരിയാതിക്കും അമ്മയ്ക്ക് സമാധാനം കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷയം മാറ്റി വിടുക. എന്നിട്ട് മഹാലക്ഷ്മി ഇങ്ങനെയും പറയുന്നുണ്ട്, നമ്മളൊക്കെ വിശ്വസിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ വെറുതെ ആ കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോട്, താൻ ആരെ പറ്റി പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പെട്ടെന്ന് വിഷയം മാറ്റുന്നുണ്ട്, ഞാൻ എന്റെ രണ്ടാനച്ഛനെ പറ്റിയാ പറയുന്നതെന്ന് പറഞ്ഞ വിഷയം മാറ്റുന്നൊക്കെയുണ്ട് കേട്ടോ. നമ്മുടെ സാഗറിന്റെ കാര്യം നമ്മുടെ കണ്ണനോട് പറയാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ സാഗറിന് വെളിപാട് വന്നിട്ടുണ്ടാകും, നല്ല സ്വഭാവം വന്നിട്ടുണ്ടാകും, ഞാനായിട്ട് എന്തിനാ ഒരു നല്ല ചെറുപ്പക്കാരന് ജോലി കളയണം എന്നൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഉള്ളിൽ കേട്ടോ. അതെന്തായാലും മഹാലക്ഷ്മിക്ക് പിന്നീട് ഒരു ആപത്ത് വിളിച്ചു വരുത്താനേ സഹായിക്കുകയുള്ളൂ ആ ഒരു ചിന്ത അല്ലെ. കണ്ണനോടുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഈ ഒരു പ്രശ്നം വെച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ കരുണ നമ്മുടെ മോഹിനി അമ്മയെ വിളിക്കുകയാണ്. അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും തരണമെങ്കിൽ എനിക്ക് നേരിട്ട് വന്ന് തന്നൂടെ, മഹാലക്ഷ്മിയാണ് ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നെങ്കിൽ അമ്മ 100 വട്ടം വന്ന് കണ്ടാനേലോ, ഞാൻ ഇവിടെ ഗർഭിണിയായതിനു ശേഷം അമ്മ ഒരു പ്രാവശ്യം പോലും എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ, പോരാത്തതിന് അമ്മ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവളുടെ കയ്യിലല്ലേ കൊടുത്തു വിട്ടത്, മേലിൽ അങ്ങനെ ചെയ്യരുത്, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെ കയ്യിൽ കൊടുത്തു വിടണം, അല്ലെങ്കിൽ അമ്മ നേരിട്ട് വന്ന് തരണം എന്നൊക്കെ നമ്മുടെ കരുണ അമ്മയെ വിളിച്ച് പറയുന്ന ഒരു രംഗം കേട്ടോ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്, ഏറ്റവും അവസാനം ഉണ്ടല്ലോ, നമ്മുടെ കരുണയും മഞ്ജുവും ദുർഗയമ്മയും തമ്മിൽ ഭയങ്കര ചർച്ചയിലോട്ടോ. അവൾ എന്തായാലും എന്തിന് വീട്ടിൽ പോയി കുളിച്ച് സാരിയൊക്കെ മാറി, സാധാരണ അവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ പോയാല് അവൾ ക്ഷേത്രത്തിൽ പോകാൻ ആ വഴി തന്നെ പോയിട്ടാണല്ലോ വരുന്നത്, പിന്നെ ഇപ്രാവശ്യം എന്തിനാ ഇങ്ങനെയൊക്കെ മാറിയിട്ട് വരുന്നേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സംശയം കേട്ടോ. അപ്പൊ നമ്മുടെ കരുണ പറയുന്നുണ്ട് നമ്മുടെ ദുർഗാമ്മയോട്, അമ്മ എന്തായാലും കണ്ണേട്ടനോട് ഇത് പറയണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാരും കൂടി രാത്രി ഇങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ദുർഗാമ്മ കണ്ണന്റെ അടുത്ത് ചോദിക്കുക, എടാ മഹാലക്ഷ്മി പോയപ്പോ ഇട്ടുണ്ടോന്ന സാരിയൊന്നും അല്ലല്ലോ തിരികെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്, അവൾ എന്തിനാ ഇടക്ക് വീട്ടിൽ കയറി കുളിക്കുകയൊക്കെ ചെയ്ത്, അവൾ ഇവിടുന്ന് കുളിച്ചിട്ട് പോയാൽ പിന്നെ തിരികെ വരുമ്പോഴല്ലേ കുളിക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും നമ്മുടെ കണ്ണൻ ഇതൊക്കെ കേട്ട് ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ഒരു രംഗത്തിലും തന്നെ കേട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും വരുന്ന എപ്പിസോഡിൽ ഒരു പൊട്ടിത്തെറി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.